ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം കഴിക്കാത്ത പ്രവാചകരാണ്. അവിവാഹിതനായിരുന്നു. ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാം വിവാഹം ചെയ്തവരാണ്. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോൾ വാനലോകത്ത് വസിക്കുകയാണ്. അവിടുന്ന് അന്ത്യനാളിനോടനുബന്ധിച്ച് വാനലോകത്തുനിന്ന് ഭൂമിലോകത്തേക്ക് ഇറങ്ങി വരികയും വിവാഹം നടത്തുകയും ചെയ്യുമെന്ന് കാണാവുന്നതാണ്. അതിനെ തുടർന്ന് അവിടുന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മാതൃകാപരമായ ഭരണം കാഴ്ചവെക്കുന്നതാണ്. ഇണകളുടെയും സന്താനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയ്യാത്തിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ഹബ് ലനാ, ഞങ്ങൾക്ക് നീ ഔദാര്യമായി നൽകണേ, മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വസുരിയ്യാത്തിനാ, ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്ന്, ഖുർറത അഅ്യുനിൻ, ഞങ്ങൾക്ക് അവരെ കൺകുളിർമയാക്കി നൽകണമേ, വജഅൽനാ, ഞങ്ങളെ ആക്കേണമേ, ലിൽ മുത്തഖീന, മുത്തഖീങ്ങൾക്ക്, ഇമാമ, മാതൃകായോഗ്യരാക്കി ഞങ്ങളെ നീ മാറ്റേണമേ എന്ന് ദുആ ചെയ്യേണ്ടതാണ്. അസ്വാജിന എന്ന് ഭർത്താവ് ദുആ ചെയ്യുമ്പോൾ ഭാര്യയെപ്പറ്റിയാകും, ഭാര്യ ദുആ ചെയ്യുമ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചാകും. അപ്പോൾ ഇണകളെയും സന്താനങ്ങളെയും കൺകുളിർമ നൽകുന്നതാക്കണം, സന്തോഷദായകമാക്കണം എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങൾക്ക് നന്മയുടെ ആളുകളാക്കി നിലനിർത്തണേ എന്നാണ് അതിൻ്റെ ആശയം. നാം നല്ലവരാകുമ്പോഴല്ലേ നമ്മളുടെ സന്താനങ്ങളെ നന്മയുടെ വഴിയിലേക്ക് വിളിക്കാൻ നമുക്ക് കഴിയുക.